The next question is find L of t sin at. Here given f of t equal to t sin at. Okay, so what is f dash t? F dash t equal to at cos at. ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്, പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എ ടി കോസ് എ ടി പ്ലസ് സൈൻ എ ടി. ദെൻ എഫ് ഡബിൾ ഡാഷ് ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2a cos എ ടി മൈനസ് a square t sin at. So from here we can find f of 0. This is 0 and f dot 0 is also 0. Okay, now take the Laplace transform of f double dash t. Okay, L of f double dash t equal to s square L of f of t minus s into f of 0 minus f dash 0. So using this equation we can find the transform of f double dash t. So by using linearity property of Laplace transform we can write this equation as two a L of cos a t minus a square L of t sin a t which is equal to ഇതാണ് എഫ് ഡബിൾ ഡാഷ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ റൈറ്റ് സൈഡിൽ എന്താവും, നമ്മൾ ഈ റിലേഷൻ അതിൻ്റെ താഴെയുള്ള ഈ റിലേഷൻ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് എ സ്ക്വയർ എൽ ഓഫ് എഫ് ഓഫ് ടി മൈനസ് എസ് എഫ് ഓഫ് 0 മൈനസ് എഫ് ഡാഷ് 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ടി സൈൻ എ ടി എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ടി സൈൻ എ ടി എന്നത് നമ്മുടെ എഫ് ഓഫ് ടി ആണ്. ഓക്കെ, സോ അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഈ സൈഡിലേക്ക് കൊണ്ടുവരും. ഓക്കെ, ഇത് എഫ് ഓഫ് 0 0 ആണ്, എഫ് ഡാഷ് 0 0 ആണ്. സോ ദിസ് ഇംപ്ലൈസ് 2a L cos a t, so which is equal to a square plus a square L of f of t. ഓക്കെ, പിന്നെ ഇതിനെ നമ്മൾ ഈ സൈഡിലേക്ക് കൊണ്ടുവരും. ഇവിടെ റൈറ്റ് സൈഡിൽ എഫ് ഓഫ് 0 എഫ് ഡാഷ് 0 ഒക്കെ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് 0 കൊടുക്കും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടും. സോ ദിസ് ഇംപ്ലൈസ് we have L of cos a t. What is L of cos a t? L of cos a t equal to s by s square plus a square. Okay, we have this result. So this becomes 2a s by s square plus a square, which is equal to s square plus a square into L of f of t. So this implies L of f of t equal to 2as divided by s square plus a square whole square. Okay, that is L of t sin a t equal to 2as divided by a square plus a square whole square.
This is the result. Similarly, we can find L of t cos at. So what is L of t cos at? L of t cos at equal to s square minus a square divided by s square plus a square whole square. Okay, so we have these two results. ഇപ്പോൾ സെക്കൻഡ് പ്രോബ്ലം നമ്മളൊന്ന് ചെയ്ത് നോക്കുക, നമുക്ക് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് എൽ ഓഫ് എഫ് ഡബിൾ ഡാഷ് ഓഫ് ടി, പിന്നെ എഫ് ഓഫ് ടിയുടെ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ഫോർമേഷൻ, ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ട് അത് ഇവിടെ അപ്ലൈ ചെയ്യണം ചെയ്യും. ഓക്കെ, the next problem is find the inverse transform of 1 by s square plus a square whole square. Okay, so 1 by s square plus a square whole square can be written as like this, that is 1 by 2a square into s square plus a square minus s square minus a square divided by s square plus a square whole square. ഇവിടെ മുകളിൽ നമ്മൾ ഒരു 2a square കൊണ്ട് 2a square ആഡ് ചെയ്തു, അതിനനുസരിച്ച് ഇവിടെ ഡിവൈഡ് ചെയ്തു, ഒരു സ്ക്വയർ ആഡ് ചെയ്യും സബ്സ്ട്രാക്റ്റും ചെയ്തു. So this becomes, ഇവിടെ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തു 1 by 2a square into ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സോ ദിസ് ബിക്കംസ് 1 by 2a square into ഫസ്റ്റ് ടേമിൽ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മുകളിലും താഴെ ഉണ്ടായിരുന്നു, ഒന്ന് കട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് 1 by a square plus a square whole square minus എന്ത് വരും, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. ഓക്കെ, then taking Laplace transform on both sides. What is L inverse of 1 by a square plus a square? Actually we know that a by a square plus a square അതിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ത്, സൈൻ എ ടി എന്നുള്ളത്. അതായത് സൈൻ എ ടിയുടെ ട്രാൻസ്ഫോമാണ് 1 by a square plus a square എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ 1 by a കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, ഇതിന് സൈൻ എ ടി എന്ന് എഴുതാൻ പറ്റും ഈ ടേമിന്. സോ വാട്ട് അബൌട്ട് ദിസ് ടേം? നമ്മൾ ലാസ്റ്റ് റിസൾട്ട് കണ്ടതാണ്, ദാറ്റ് ഈസ് എൽ ഓഫ് അല്ലേ t cos at equal to s square minus a square by s square plus a square whole square. ലാസ്റ്റ് നമ്മൾ ഒരു റിസൾട്ട് കണ്ടിരുന്നു, എൽ ഓഫ് ടി കോസ് എ ടി, എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ. സോ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് നമുക്ക് എന്ത് കൊടുക്കാം, ടി കോസ് എ ടി എന്ന് കൊടുക്കാൻ പറ്റും. സോ ദിസ് ബിക്കംസ് 1 by 2a square into 1 by a, ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 by a sin a t ആണ്. ഓക്കെ, മൈനസ് 1 by 2a square വിളിച്ചിട്ട് കണ്ടു കഴിഞ്ഞു ടി കോസ് എ ടി. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിന് എഴുതാൻ പറ്റും 1 by 2a cube sin a t minus at cos at. Okay, so this is the answer. Next problem is find L inverse of s cube by s square plus a square whole square. Okay, ഇത് നമുക്ക് ഇതുപോലെ തന്നെ കാണാവുന്നതാണ്. So here f of s is equal to s cube by s square plus a square whole square. So this can be written as s into a square plus a square minus a square. ഇവിടെ മുകളിൽ നമ്മൾ ഒരു എ സ്ക്വയർ ആഡ് ചെയ്യും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു, ഒരു എസ് പുറത്തെടുത്തിട്ട് അതാണ് ഇത് ചെയ്തു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ മുകളിൽ നിന്ന് താഴെ നിന്ന് കട്ട് ചെയ്യാം. ഓക്കെ, then this becomes s by a square plus a square minus a square s divided by
a square plus a square whole square. And taking Laplace inverse transform of on both sides, we get L inverse of s cube divided by a square plus a square whole square, which is equal to L inverse of s divided by a square plus a square minus a square into L inverse of s by a square plus a square whole square. Okay, so inverse of this first term in inverse എന്താ വരിക s by a square plus a square inverse എന്നാൽ cos 80. ഓക്കെ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ഇപ്പോൾ ഇവിടെ നേരത്തെ 2as ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് റിസൾട്ട് ഉണ്ട് എന്താണ് ടി സൈൻ 80 ആണ്. ഇവിടെ 2a ഇല്ല, നമ്മളൊരു 2a പിന്നെ മൾട്ടിപ്ലൈ ചെയ്യും, അതിനനുസരിച്ച് ഇവിടെ ഡിവൈഡ് ചെയ്യും. സോ ഇൻറ്റു 1/2a എൽ ഇൻവേഴ്സ് ഓഫ് 2as ഡിവൈഡ് ബൈ എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഹോൾ സ്ക്വയർ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ അതിൻ്റെ ഇൻവേഴ്സ് എന്താ വരിക ടി സൈൻ 80. ഓക്കെ, സോ ഒന്നുകൂടി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു കോസ് 80 മൈനസ് 80/2 സൈൻ 80. ഓക്കെ, this is the answer.